ഹായ് മക്കളെ, നമസ്കാരമുണ്ട്. എന്തിട്ട് വിശേഷങ്ങളൊക്കെ? SLCയുടെ റിസൾട്ടൊക്കെ വരാൻ പോവല്ലേ? +2ൻ്റെ ചെറിയൊരു നെഞ്ചെടുപ്പുണ്ടോ ഉള്ളിൽ? ഉണ്ടല്ലേ? എനിക്കുണ്ടായിരുന്നു എൻ്റെ റിസൾട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ നെഞ്ചെടുപ്പ്. പക്ഷെ പഠിച്ച സമയത്തോ പരീക്ഷ എഴുതിയ സമയത്തൊന്നും എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ റിസൾട്ട് നോക്കാൻ പോയ ഒരു സമയത്ത് ഒരു ചെറിയ ടെൻഷൻ ആ നോക്കിയ സമയത്തുണ്ടായി. കാരണം അതൊന്നുമല്ല, അന്ന് ഞങ്ങളുടെയൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കുക ചെയ്യണേ റിസൾട്ട്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കി, താഴെ നിന്ന് മുകളിലേക്ക് നോക്കി, ഇടത്തുനിന്ന് വലത്ത് നോക്കി, വലത്തുനിന്ന് അടുത്ത് നോക്കി, അജിയുടെ നമ്പറില്ല. ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ആ സമയത്തെ അങ്കിളിന് വലിയൊരു ടെൻഷനിലേക്ക് പോയിട്ട് ഇങ്ങനെ സങ്കടപ്പെടാനോ കരയാനോ ഒന്നും അങ്കിളിനൊന്നും തോന്നിയില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുന്ന രീതിക്കാണ് അതിൻ്റെ രീതി. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളെ ഒരു പരീക്ഷയുടെ റിസൾട്ട് കൊണ്ട് സംഭവിക്കുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ തോക്കും. ഇത് രണ്ടേ സംഭവിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോവോ, പഠനത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോവോ, നമ്മുടെ അച്ഛനമ്മമാരുടെ മക്കളല്ലാണ്ടായി പോവോ, ഇതൊന്നും അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ പൗരനല്ലാണ്ടാവുമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ പരീക്ഷയിൽ നമ്മളൊന്ന് തോറ്റു, അത്രയേ ഉള്ളൂ. ജയിക്കാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. ഇതായിരുന്നു അങ്കിളിൻ്റെ ഉള്ളിലേക്ക്. പക്ഷെ അങ്കിളിന് ഇതിനേക്കാളും വലിയൊരു പാഠം തന്ന വേറൊരാളുണ്ടായിരുന്നു. അതാരാന്നറിയാമോ? അത് ആനയെ കുതിരയൊന്നും അല്ല, അതൊരു ചെറിയ ജീവിയാണ്. കൊതുക് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കൊതുകുണ്ടല്ലോ, ഈ കൊതുകാണ് അങ്കിളിനെ ഈ റിസൾട്ടിനെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാൻ കഴിയാൻ ഉണ്ടായ കാരണം. ഈ കൊതുക് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൊതുകിനെ നമ്മൾ എപ്പോഴൊക്കെ കണ്ടാലും കൊള്ളൂ അല്ലേ? ഗവൺമെന്റിന് ഒരു പ്രോജക്റ്റ് തന്നെ ഉണ്ട്, കൊതുക് നശീകരണം എന്നും പറഞ്ഞു അല്ലേ? നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഒന്നെങ്കിൽ കൊതുകിനെ കൊല്ലും, പാറ്റുകൊണ്ട് കൊല്ലും, അല്ലെങ്കിൽ അടിച്ചു കൊല്ലും, എങ്ങ് പുകയ്ക്കും, എന്തെല്ലാം പരിപാടിയാണ് കൊതുകിനെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ. പക്ഷെ ഈ കൊതുകിനറിയാം, ഞാൻ ഒരാളുടെ ശരീരത്തിൽ വന്നാൽ ഒന്നെങ്കിൽ എന്നെ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ എന്നെ പുകച്ചു കൊല്ലും, എങ്ങനെയാണെങ്കിലും എന്നെ അവർ കൊല്ലും എന്നുള്ള കൊതുകിനറിയാം. പക്ഷെ ഈ കൊതുക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കൊതുക് നമ്മളെ കടിക്കാൻ തന്നെ പാത്തും പതുങ്ങിയൊന്നുമല്ല. ഈ കൊതുക് വരുന്നത് ഒരു പാട്ടും പാടിക്കൊണ്ടാ, ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ആ കൊതുക് കാണിക്കുന്ന ഒരു തൻ്റെടം ഇല്ലേ? കൊതുകിനറിയാം, ഒന്നെങ്കിൽ ആ മനുഷ്യന്റെ രക്തം കുടിച്ച് വിജയശ്രീലാളിതനായി തിരിച്ചു പോകും, ഇല്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് ഞാൻ തീർന്നു പോകും. രണ്ട് തന്നെയാണേലും ഞാൻ ആ സമയം വരെ ഞാൻ വെല്ലുവിളിയോടുകൂടി ചിരിച്ചുകൊണ്ടൊരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് പോകുള്ളൂ എന്നുള്ള ആ കൊതുകിൻ്റെ ആ തരുന്ന ആ ധൈര്യം ഉണ്ടല്ലോ, ആത്മധൈര്യം. ആ ധൈര്യം മക്കളെ നമ്മൾ ഈ റിസൾട്ടിന്റെ സമയത്ത് നമ്മൾ കാണിക്കേണ്ടത്. റിസൾട്ടിൽ നമുക്ക് രണ്ടേ സംഭവിക്കും, ഒന്നെങ്കിൽ തോക്കാം, ഒന്നെങ്കിൽ ജയിക്കാം. ജയിച്ചവര് നല്ല കോഴ്സുകളൊക്കെ എടുത്തു പോകും. തോറ്റ നമുക്ക് അതിനേക്കാളും വലിയൊരു ചാൻസാ തരുന്നേ ഈ നമ്മൾ തോറ്റു എന്ന് പറയുന്നവരുടെ അടുത്ത്, കളിയാക്കുന്നവരുടെ മുമ്പിലുണ്ടല്ലോ മക്കളെ, താണു കൊടുക്കുകയല്ല ചെയ്യണ്ടേ, അവിടെ നമ്മൾ അവരെ ഞെട്ടിച്ചുകൊണ്ടൊരു ഗംഭീര വിജയം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കണം. അല്ലാതെ ജീവിതത്തിൽ നിന്നോ പഠനത്തിൽ നിന്നോ ഒളിച്ചോടുന്നതൊന്നും വലിയ ധൈര്യശാലികളൊന്നുമല്ല, അത് ഭീരുക്കളാണ്. അതുകൊണ്ട് അങ്കിള് പറയുന്നത് പോലെ ഈ വരുന്ന റിസൾട്ട് എന്ത് തന്നെയായാലും ഒരു കൊതുകിനെ പോലെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടുപോയ ആ റിസൾട്ടിനെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയണം. ഇനി അങ്കിള് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മക്കളെ, നമ്മുടെ സ്റ്റുഡൻസ് പോലീസിന്റെ ചിരിയുടെ കുറെ അങ്കിളുമാരിപ്പുണ്ട് ഓൺലൈനിൽ. കുറെ അങ്കിളുമാരും കുറെ ആൻറ്റിമാരും നിങ്ങളെ സഹായിക്കാനിരിപ്പുണ്ട്. നിങ്ങളുടെ മാനസികമായ ബുദ്ധിമുട്ട്, ടെൻഷൻ, നിങ്ങളിതാ ഈ വീഡിയോയുടെ അടിയിൽ അങ്കിൾ ഇടുന്ന ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. സ്റ്റുഡൻസ് പോലീസിന്റെ ചിരി എന്ന പ്രോജക്റ്റിൽ ഒരുപാട് അങ്കിളുമാരിപ്പുണ്ട്, ഒരുപാട് ആൻറ്റിമാരിപ്പുണ്ട് നിങ്ങളെ സഹായിക്കാൻ, ചിരിയുടെ ചങ്ങാതിമാരായിട്ട്. അവരെ നിങ്ങൾ വിളിക്കണം. നിങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. മക്കളെ, നമ്മൾ ജയിച്ചാലും നമ്മൾ തോറ്റാലും നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരുടെ മക്കൾ തന്നെയാണ്. അവർക്കൊരിക്കലും നമ്മൾ അവരുടെ മക്കളല്ലാണ്ടാവില്ല. അതുകൊണ്ട് നല്ല മക്കളായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്കിൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.